it's me Priya Hariprasad. Welcome to my channel. Hope that you all are safe and fine. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം PSC എക്സാമിനേഷൻസിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനും ഗ്രാമർ പോർഷനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ബേസ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്കും കൂടി അത് ശരിയാവണമെന്ന് തോന്നണമല്ലോ. അപ്പം അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ വരും. അത് ശരിയാണോ, ഇത് ഞാനിപ്പം ഇതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ എന്ന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ വരും. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം കുറച്ച് റൂൾസ് ഉണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ. ഇപ്പം നമ്മളൊരു പ്രസ്താവന ഉണ്ടാവും, നമ്മളൊരു കാര്യം പറയും, അതിനൊരു കോമ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലാണ്, അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ പറയുന്ന കാര്യവും ടാഗിലുള്ള കാര്യത്തിലും ടെൻസ് സെയിം ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യമാണെങ്കിൽ ടാഗും ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യം പ്രസന്റ് ആണെങ്കിൽ ടാഗിലും പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം പാസ്റ്റ് ആണെങ്കിൽ ടാഗിലും അത് പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ടെൻസ് നമ്മൾ നോക്കണം, സെയിം ആയിരിക്കണം. പിന്നെ ഞാൻ പറയുന്ന കാര്യം എന്താണോ അത് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് ആയിരിക്കും. പറയുന്ന കാര്യം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്. PSC എക്സാമിനേഷൻസിനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഓപ്ഷനിൽ നിന്ന് ആൻസർ പിക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് ട്രിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ഹി ഈസ് ഓർ ഷീ ഈസ്? അപ്പം ഹി ഈസ് എന്ന് പറയാം. ഹി ഈസ് എ ഡോക്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്താണ്? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? ഹി ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? ഈസ് ഇൻ ഹി വരും. ഹി ഈസിന്റെ നെഗറ്റീവ് എന്താണ്? ഈസ് ഇൻ ഹി. ഓക്കെ, അതുപോലെ ഷീ ഈസ് എ ഡോക്ടർ അല്ലെങ്കിൽ ഷീ ഈസ് എ ഡാൻസർ എന്ന് പറയുകയാണെങ്കിൽ അതും പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ത് വരും? ഈസ് ഇൻ ഹി എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇവിടെ പോസിറ്റീവ് വന്നാൽ ഇവിടെ നെഗറ്റീവ്. ഹി ഈസ് വന്നാൽ ഈസ് ഇൻ ഹി, ഷീ ഈസ് വന്നാൽ ഈസ് ഇൻ ഷീ. മനസ്സിലായല്ലോ? Then second one, he is not a dancer. He is not a dancer എന്ന് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? ഈസ് ഹി വരും. ഹി ഈസ് നോട്ടില് ഈസ് ഹി എന്ന് വരും. ഷീ ഈസ് നോട്ട് എ ഡാൻസർ അങ്ങനെ വരുമ്പോൾ ഈസ് ഷീ വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഐ ആം എ ഡാൻസർ ഓർ ഐ ആം എ ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ് സെന്റൻസ് അല്ലെ? അപ്പം ഇതിനകത്ത് എന്ത് വരും? ആറിൻറ്റ് ഐ. ഇതാണോ ഡോക്ടർ ആണോ അല്ലേ? ആറിൻറ്റ് ഐ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഐ ആം എന്ന് പറയുമ്പം ഈ ഐ ആമിന്റെ നെഗറ്റീവ് എപ്പോഴും ആമിന്റെ ഐയോ അങ്ങനെയൊന്നും അല്ല, ആറിൻറ്റ് ഐ ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ തേർഡ് വൺ, ഐ ആം നോട്ട്. നെഗറ്റീവ് ആണ് അല്ലേ? ഐ ആം നോട്ട് എ ഡാൻസർ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ ആം നോട്ട് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പം ഇതെന്താണ്? ഐ ആം നോട്ട് വരികയാണെങ്കിൽ ആം ഐ ആണ്. ഐ ആം നോട്ട് വരികയാണെങ്കിൽ എന്താണ്? ആം ഐ ആണ് വരുന്നത്. ഐ ആം നോട്ട് എന്ന് പറയുമ്പോൾ ആം ഐ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഐ ആം ആറിൻറ്റ് ഐ ആം നോട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സെന്റൻസ് വരികയാണെങ്കിൽ ആം ഐ. നെക്സ്റ്റ് വൺ, a few students are present. A few students are present അങ്ങനെ വരികയാണെങ്കിൽ a few students are present അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ എന്ത് വരും? ഈ a few എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഫ്യൂ വന്നാൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ആറിൻറ്റ് ദേ. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. ആറിന്റെ എന്താണ്? ആറിൻറ്റ്. ദെൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട്, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്തിടണം? ദേ ഇടണം. ഓക്കെ, അപ്പൊ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ് എന്ന് വരികയാണെങ്കിൽ ആർ ഇൻ ദർ. ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് ഓർക്കുക. ഫ്യൂ അതേപോലെ തന്നെ എ ലിറ്റിൽ, അത് രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി വെറും ഫ്യൂ വരികയാണെങ്കിലോ അത് നെഗറ്റീവ് ആണ്. ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ആര് പ്രസന്റ് അല്ലെന്ന അർത്ഥം. അപ്പൊ ആർ ദേ എന്ന് വരും. അപ്പൊ ഇവിടെ പോസിറ്റീവ് വരും. ആർ ദേ ഉണ്ടോ, ഒരു വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ വരും. ആർ ദേ. ഓക്കെ, ഫ്യൂ വരുമ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് ആണ്. അപ്പം ഇത് നെഗറ്റീവ് ആണ്. ഫ്യൂ വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും. ദ നെക്സ്റ്റ് വൺ, one should. One should എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും. ദെൻ നെക്സ്റ്റ് വൺ, one should. One should എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും? പോസിറ്റീവ് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും. ദെൻ നെക്സ്റ്റ് വൺ, one
ഒരു പ്രസ്താവനയിൽ ഒരു സെന്റൻസിൽ വൺ എന്ന് വന്നു കഴിഞ്ഞാൽ, ഷുഡ് അവിടെ ഇരിക്കട്ടെ, വൺ എന്ന് വന്നു കഴിഞ്ഞാൽ ആ ടാഗിൽ അതേപടി ആ വണ്ണ് വന്നിരിക്കണം. വൺ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെന്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ടാഗിൽ എന്ത് വരും? വൺ വരും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, വൺ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടാഗിൽ എന്ത് വരും? വൺ വരും. ഇപ്പം വൺ ഷുഡ് ഒബേ ദ ലോ. വൺ ഷുഡ് ഒബേ ദ ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ടാഗിൽ വരിക? ഷുഡിന്റ് വൺ. ഷുഡ് പോസിറ്റീവ് ആണ്, ഷുഡിന്റെ നെഗറ്റീവ് എന്താണ്? ഷുഡിന്റ്. പിന്നെ അതേപടി ആ വൺ എടുത്തെഴുതണം. അപ്പൊ വൺ ഷുഡ് വൺ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വൺ എന്തായാലും ടാഗിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ ഷുഡ് ആയതുകൊണ്ട് ഷുഡിന്റെ എന്താണ്? ഷുഡിന്റ്. വൺ ഷുഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം തുടങ്ങിയാലും ഷുഡിന്റ് വൺ. മനസ്സിലായല്ലോ? ഓക്കെ, ദർ ആർ അതേപോലത്തെ വേറൊരു കാര്യമാണ് ദർ ആർ. ഈ ഒരു സെന്റൻസിൽ ദർ ആർ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ആ ടാഗിലും അതേപടി എന്തുണ്ടാവും? ദർ ഉണ്ടാവും. നമ്മൾ മാറ്റരുത് കേട്ടോ. ടാഗിലും എന്തുണ്ടാവും? അതേപടി ദർ ഉണ്ടാവും, നമ്മൾ മാറ്റരുത്. ദർ ആർ ലോട്ട് ഓഫ് കോക്കനട്ട്സ്, ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയൊക്കെ ഒരു സെന്റൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ആർ ഇൻ ദർ. അതായത് ഈ ആറിന്റെ നെഗറ്റീവ് എന്താണ്? ആറിന്റെ നെഗറ്റീവ് എന്താണ്? ഇതിന്റെ ആറിന്റെ. പിന്നെ അതേപടി ആ ദർ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. മനസ്സിലായല്ലോ? അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ലെറ്റസ് എന്ന് വരികയാണെങ്കിൽ ഷാൽ വി. ലെറ്റസ് കുക്ക് ദ ഫുഡ്. നമ്മൾ പറയാറുണ്ട് ലെറ്റസ് കുക്ക് ദ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്? ഷാൽ ബി. അപ്പൊ ലെറ്റസ് എപ്പോ വന്നാലും ഷാൽ ബി. ഈ അസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അസ് അങ്ങോട്ട് വരുമ്പോൾ എന്താവും? വി ആവും. ലെറ്റ് ഷാലു ആവും. ഓക്കെ, ലെറ്റ് അസ് സംതിങ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ലെറ്റസ് എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നാലും ഷാൽ ബി ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, 9th വൺ. ലെറ്റസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംതിങ് സെന്റൻസ് എന്തെങ്കിലും വേർഡ്സ് കഴിഞ്ഞിട്ട് പ്ലീസ് ഉണ്ടെങ്കിൽ വിൽ യു ആയി വരത്തുള്ളൂ. ഓക്കെ, ലെറ്റസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലീസ് ഉണ്ടെങ്കിൽ വിൽ യു വരുള്ളൂ. അതായത് ലെറ്റസ് ലീവ് ടുഗെദർ പ്ലീസ് അങ്ങനെ വരും അല്ലെ. ലെറ്റസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ട് പ്ലീസ് വരികയാണെങ്കിൽ എന്ത് വരുള്ളൂ? വില്ല് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഓർക്കുക, ലെറ്റസ് കഴിഞ്ഞിട്ട് പ്ലീസ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ പ്ലീസ് ഉണ്ടെങ്കിൽ ടാഗ് എന്തായിരിക്കും? വില്ലായിരിക്കും. അത് ഓർമ്മ വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ, 10th വൺ. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് മീ ക്രൈ, ലെറ്റ് മീ ലവ്, ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ, ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ക്രൈ, എന്നെ കരയാൻ അനുവദിക്കൂ, ഞാൻ കരയട്ടെ എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ലെറ്റ് മീ വന്നാൽ വിൽ യു ആണ് വരിക. നിങ്ങളല്ലേ എന്നെ അനുവദിക്കേണ്ടത്, നിങ്ങൾ അനുവദിക്കുമോ എന്ന് വരും. അപ്പം അതെന്താണ്? വിൽ യു. അപ്പൊ ലെറ്റ് മീ വന്നു കഴിഞ്ഞാൽ എന്താണ്? വിൽ യു. ലെറ്റ് മീ, വിൽ യു. ബി കെയർഫുൾ. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിൽ ബി കെയർഫുൾ, അതായത് അനിവാര്യതയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്, ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സെന്റൻസ് ഇമ്പരറ്റീവ് സെന്റൻസിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് വോണ്ട് യു വരും. അതായത് ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നല്ലോണം സൂക്ഷിക്കണം. അപ്പൊ അത് അനിവാര്യമാണ് അല്ലെ, അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ ആ സെന്റൻസിൽ എന്ത് വരും? വോണ്ട് യു വരും. ഓക്കെ, അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിനകത്ത് എന്ത് വരും? വോണ്ട് യു വരും. ഓർക്കുക. അപ്പൊ ബി കെയർഫുൾ പോലുള്ള കുറച്ച് സെന്റൻസസ് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അതായത് അനിവാര്യം, നമ്മൾ ചെയ്തേ മതിയാവൂ. ബി കെയർഫുൾ വൈൽ യു ആർ ഡ്രൈവിംഗ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഇരിക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വോണ്ട് യു വരും. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് വൺ, ഷട്ട് യുവർ മൗത്ത്. അതായത് ഇത് എന്ത് സെന്റൻസ് ആണ്? ഇത് നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ പറയൂലേ, ഷട്ട് യുവർ മൗത്ത് എന്ന് ദേഷ്യപ്പെട്ട് പറയും. അങ്ങനെ സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും കാര്യങ്ങൾ അസഹിഷ്ണുതയെ കാണിക്കുന്ന ആ സെന്റൻസ് ആണെങ്കിൽ അതിനകത്ത് എന്ത് വരും? കാൺട്ട് യു വരും. ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരും? കാൺട്ട് യു വരും. കാൺട്ട് യു എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് ഷട്ട് യുവർ മൗത്ത് പോലുള്ള സെന്റൻസസ്, അതായത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും നിർത്താൻ ഒരാളോട് പറയുമ്പോൾ അങ്ങനെ ഒരു സെന്റൻസ് ആണെങ്കിൽ, ഒരു ഇമ്പരറ്റീവ് സെന്റൻസിൽ അങ്ങനെ മീനിങ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ടാഗ് വരിക? കാൺട്ട് യു. ഓക്കെ, സഹിക്കാൻ പറ്റാത്തത്. നെക്സ്റ്റ് വൺ, യു നീഡിൻറ്റ് കം. എന്ന് വെച്ചാൽ യു നീഡ് നോട്ട് കം, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല അല്ലെ, ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ നീഡിന്റെ ഇത് നെഗറ്റീവ് ഫോം ആണല്ലോ. നീഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഫോം ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കണം. നീഡ് യു. യു നീഡിൻറ്റ് കം എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ് യു. അതിന്റെ ടാഗ് എന്താണ്? നീഡ് യു. നീഡിന്റെ പോസിറ്റീവ് നീഡ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഹി ഡയറൻറ്റ് ഡു ഇറ്റ്. ഡയറൻറ്റ് ധൈര്യപ്പെടുന്നില്ല അല്ലെ, അത് ചെയ്യാൻ അവന് ധൈര്യമില്ല. ഡയർ പറഞ്ഞ ധൈര്യം. ഡയറൻറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ചെയ്യാൻ ധൈര്യമില്ല എന്നാണ്. ഡയർ നോട്ട് ആണത്, ഡയറൻറ്റ്. ഓക്കെ, അപ്പം അതിന്റെ എന്താണ്? ഡയർ ഹി.
ഹി ഡയറിൻ്റ് എന്ന് പറഞ്ഞാൽ ഡയർ ഹി, യു നീഡിൻ്റ് എന്ന് പറഞ്ഞാൽ നീഡ് യു. മനസ്സിലായോ? അപ്പൊ നീഡിൻ്റെ പോസിറ്റീവ് ടാഗ് എന്ത് വരും? നീഡ് വരും. ഡയറിൻ്റെ ഡയർ വരും. ഓപ്പൺ ദ വിൻഡോ, ഇതൊരു സിമ്പിൾ ഇമ്പാരറ്റീവ് സെന്റൻസ് ആണ്, വെരി സിമ്പിൾ സെന്റൻസ് ആണ്. ഓപ്പൺ ദ വിൻഡോ, ജസ്റ്റ് ഓപ്പൺ ദ വിൻഡോ ഒരാളത് പറയുകയാണ്. അപ്പം അത് അതിനകത്ത് എന്ത് വരും? അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇങ്ങനെയുള്ള സിമ്പിൾ ഇമ്പാരറ്റീവ് സെന്റൻസിൽ ടാഗ് എന്ത് തന്നെയായിരിക്കും? വില്യു ആയിരിക്കും. സിമ്പിൾ ഇമ്പാരറ്റീവ് സെന്റൻസിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ടാഗ് എന്തായിരിക്കും? വില്യു ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒന്നും കൂടെ പറയാം. ഹി ഈസ് വന്നാൽ ഈസിൻറ്റ് ഹി, ഷീ ഈസ് വന്നാൽ ഈസിൻറ്റ് ഷീ, ഹി ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് ഹി, ഷീ ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് ഷീ, ഐ ആം എന്ന് പറഞ്ഞാൽ ആറിൻറ്റ് ഐ ആം നോട്ട്, ആം ഐ. ഫ്യൂ വരുമ്പോൾ അത് പോസിറ്റീവ് ആണ്, അപ്പം ആറിൻത് വരും. ഫ്യൂ എന്ന് പറഞ്ഞാൽ ആർ ദ, അതായത് അത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ പോസിറ്റീവ് വരും. വൺ ഷുഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഷുഡിൻ വൺ ആണ്. ഈ വൺ എപ്പോഴും ടാഗിൽ അതേപടി നമ്മൾ എടുത്തെഴുതണം. ദർ ആർ എന്ന് പറഞ്ഞാൽ ആറിൻ ദർ ആണ്. ഈ ദർ നമ്മൾ ഒരിക്കലും ടാഗിൽ പോകുമ്പോൾ മാറില്ല. ലെറ്റേഴ്സ് എന്ന് പറയുമ്പം ഷാൽ വി, ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് പ്ലീസും കൂടെ ഉണ്ടെങ്കിൽ വിൽ യു ആണ്, അത് ഓർക്കണം. ലെറ്റ് മീ, വിൽ യു. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ വിൽ യു. ബി കെയർഫുൾ എന്ന് പറയുമ്പോൾ വോണ്ട് യു. അതായത് നമ്മൾ തീർച്ചയായിട്ടും അനിവാര്യതയെ കാണിക്കുന്ന, അത്യാവശ്യം ചെയ്യേണ്ട കാര്യത്തെ കാണിക്കുമ്പോൾ വോണ്ട് യു വരും. ഷട്ട് യുവർ മൗത്ത്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യത്തെ സൂചിപ്പിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് വരും? കാൺട്ട് യു വരും ആ ടാഗില്. യു നീഡൻറ്റ് കം, നീഡിൻ്റെ വരുമ്പോൾ നീഡ് യു. ഹി ഡയറിൻറ്റ് ഡു ഇറ്റ്, ഡയർ ഹി. ഓപ്പൺ ദ വിൻഡോ, വിൽ യു. അതായത് ഇതൊരു സിമ്പിൾ ഇമ്പാരറ്റീവ് സെന്റൻസ് ആണ്. ഓപ്പൺ ദ വിൻഡോ, ജസ്റ്റ് ഓപ്പൺ ദ വിൻഡോ. വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എപ്പോഴും എന്ത് വരും? വിൽ യു ആണ് വരിക. മനസ്സിലായോ? അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ അത് പറയുമ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഇത് 2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ചെയ്തു തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഫോറിൻ വേർഡ്സും ഫ്രേസൽ വെർബ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്തായാലും അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ യു ആർ ലേറ്റ്, യു ആർ ലേറ്റ്, റൺ ഫാസ്റ്റ്, റൺ ഫാസ്റ്റ്. യു ആർ ലേറ്റ്, റൺ ഫാസ്റ്റ് എന്തായിരിക്കും വരിക? നിങ്ങൾ ലേറ്റ് ആണ്, റൺ ഫാസ്റ്റ്. നിങ്ങൾ ലേറ്റ് ആണ് ഓൾറെഡി, അതുകൊണ്ട് നിങ്ങൾ വേഗം ഓടണം. അപ്പം അത് അനിവാര്യതയാണ് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അനിവാര്യതയെ കുറിച്ച് പറയുമ്പോൾ എന്ത് വരും? വോണ്ട് യു വരും. നിങ്ങൾ തന്നെ ഇത് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. വോണ്ട് യു വരും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കാഷ്യർ and the cashier and manager is the custodian. ഇത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ഫോം എപ്പോഴും വരാറുണ്ട്. ദ കാഷ്യർ ആൻഡ് മാനേജർ ഈസ്, ഇവിടെ ഈസ് വരും. നമ്മൾ വിചാരിക്കും ദ കാഷ്യർ ഉണ്ട്, ഇവിടെ മാനേജറും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഈസ് വന്ന? പ്രപ്പോസിഷനിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാവരും തെറ്റിക്കും, എല്ലാവരും ആർ എന്ന് എഴുതും. അത് തെറ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ദ കാഷ്യർ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണ്. കാഷ്യർ കം മാനേജർ ആണ്, ഒരാൾ തന്നെയാണ്, അത് സെയിം ആൾ തന്നെയാണ്. ഓക്കെ, ദ കാഷ്യർ ആൻഡ് ദ മാനേജർ, ഇവിടെ ദയും കൂടി ഉണ്ടെങ്കിൽ, ദ മാനേജറും കൂടി ഉണ്ടെങ്കിൽ, രണ്ടിടത്തും ദ ഉണ്ടെങ്കിൽ 2 ആൾക്കാരാണ്. അപ്പൊ ഇവിടെ 6 വരും. മനസ്സിലായോ? അപ്പൊ അവിടെ 6 വരും. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ ടാഗ് ഉണ്ടാക്കണം. അപ്പൊ ഓപ്ഷനിൽ 6ൻ്റെ തരും. എന്താ കാര്യം? ആ ഓപ്ഷനിൽ എന്ത് തരും? 6ൻ്റെ തരും. എന്താന്ന് വെച്ചാൽ 2 പേരുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്. പക്ഷെ ഒരിക്കലുമില്ല, ഇവിടെ ഒരാളെ ഉള്ളൂ. ദ ഇല്ലെങ്കിൽ ഈ 2 പറഞ്ഞ ആൾക്കാരും എന്താണ്? ഒരാൾ തന്നെയാണ്. ദ കാഷ്യർ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഈസ് ദ കസ്റ്റോഡിയൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹി ഈസ് ദ കസ്റ്റോഡിയൻ. ഹി ആരാണോ, മാനേജർ ആരാണോ, കാഷ്യർ ആരാണോ, ആ ഒരാൾ അയാളാണ് എന്ത്? കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാഗ് എന്തായിരിക്കും വരിക? ഹി ഈസ് ദ കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോൾ ഈസ് ഇൻ ഹി. കറക്റ്റ് അല്ലേ? ഈസ് ഇൻ ഹി. നമുക്കറിയാം ഹി ഈസ് എന്ന് പറയുമ്പോൾ ഈസ് ഇൻ ഹി. മനസ്സിലായോ?
ഓക്കെ, അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ടാഗിലും അതെ, പ്രൊപ്പോസിഷൻസിലും അതെ. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഇങ്ങനെ ദ തരാതെ തരും. ദ തന്നിട്ടില്ലെങ്കിൽ രണ്ട് ഭാഗത്തും ദ ഇല്ലെങ്കിൽ അത് ഒരാളെ ഉള്ളൂ, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഹി ഈസ് ദ കസ്റ്റോഡിയൻ എന്നാണ് ഇവിടെ അർത്ഥം വരിക. അപ്പൊ ഈസ് ഇറ്റ് ഹി എന്നാണ് വരിക. ഓക്കെ, ദെൻ തേർഡ് വൺ, മൈ ബ്രദർ ഗേവ് മീ എ പെൻ. എൻ്റെ ബ്രദർ എനിക്കൊരു പേന തന്നു. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അയാൾ തന്നു, തരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? തരിക, ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് ഡിഡ് ഉപയോഗിക്കാം അല്ലെ, ഡു ഡിഡ് അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ തന്നു, ഓൾറെഡി തന്നു. അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കണമെങ്കിൽ നെഗറ്റീവ് എങ്ങനെ വരും? ഡിഡ്ന്റ് ഹി, ഡിഡ്ന്റ് ഹി എന്ന് വരും. നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് വരും? ഡിഡ്ന്റ് ഹി വരും. മൈ ബ്രദർ ഗേവ് മീ എ പെൻ. എൻ്റെ ഗേവ് ഓൾറെഡി തന്നു കഴിഞ്ഞു, അപ്പൊ പോസിറ്റീവ് ആണ്. അപ്പൊ ഡിഡ്ന്റ് ഹി പോസിറ്റീവ് ആണ്, തന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതെന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അത് നെഗറ്റീവിലാക്കുമ്പോൾ ഡിഡ്ന്റ് ഹി, തന്നോ അല്ലെ, ശരിയല്ലേ? ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ദ ഹൗസ് നീഡ്സ് റിപ്പയറിംഗ്. ദ ഹൗസ് നീഡ്സ് റിപ്പയറിംഗ്. വീടിന് എന്ത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്? റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹൗസ് നീഡ്സ് റിപ്പയറിംഗ്. അങ്ങനെ വരുമ്പോൾ എന്തോ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അപ്പം എന്താ പറയുക? ഡു ഡസ്. അപ്പൊ നീഡ്സ് ഡസ് നമ്മൾ ചെയ്യണം. നീഡ് പ്ലസ് എസ് ഡസ് വരും അല്ലെ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഡസ് ഇൻ, ഡസൻറ്റ് ഇറ്റ്, അതായത് അതിനത് ആവശ്യമുണ്ടോ? ഇറ്റ്, ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് എന്ന് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. Doesn't it? The house needs repairing. Doesn't it? Okay. Fifth one, I am not joking. I am not വന്നു. എന്താ നമുക്ക് എഴുതേണ്ടത്? am I. I am not എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? am I. ശരിയല്ല? I am not വന്നാൽ am നമുക്ക് എഴുതാവുന്നതാണ്. I didn't hurt you. Sixth one, ഒരു നെഗറ്റീവ് സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഐ ഡിഡ്ന്റ് ഹേർട്ട് യു. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചില്ല അല്ലേ. ഐ ഡിഡ്ന്റ് ഹേർട്ട് യു പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചില്ല. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും വരിക? ഡിഡ് ഐ. എന്തായിരിക്കും വരിക? ഡിഡ് ഐ. ഓക്കെ, ഡിഡ് ഐ ആയിരിക്കും ഇത് വരിക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇവിടെ 6 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും